ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ 45 ഡേ ചലഞ്ച് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ 3 പേര് ഇരിക്കുന്നത്. ശരിയാ സാർ, എല്ലാവരും ഒന്ന് വീഡിയോ ആണോ? ഓക്കെ, പറയൂ. ഓരോരുത്തരായിട്ട് പറയൂ. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് 45 ഡേ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് നിങ്ങൾ? എങ്ങനെ, ഹൗ ഡു യു ഫീൽ? എന്തൊക്കെ പ്രോഗ്രസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു തുടങ്ങിയപ്പോൾ? നിങ്ങൾ ഇത് എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്താണ്? കറക്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വന്നു? എക്സാക്റ്റ് ആയിട്ട് പറയണം. ട്രേഡിങ്ങില് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ വന്ന് ട്രേഡ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യൂല. പിന്നെ ഇതിന് പിന്നിലുള്ള എന്താ സംഭവിച്ചെന്നോ കാര്യങ്ങളൊന്നും നോക്കാതെ അപ്പം ക്ലോസ് ചെയ്തിട്ട് പിന്നെ നേരെ വേറെ പണിയും. പിന്നെ നേരെ ഒരു 1 വീക്ക് വരെയൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിന് മുന്നേ. എനിക്കിപ്പത്തൊട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം നോക്കുവാണെങ്കിൽ ഏകദേശം 1 മന്തിന്റെ അടുത്തായി. നിരന്തരം ഒരേ കാര്യം തന്നെ ചെയ്തോണ്ടിരിക്കുമ്പോ 28 ഡേയ്സ് അല്ലേ? 27 ഒക്കെ ആയി. അപ്പൊ അതില് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ലെവലിലാണ് പോകുന്നത്. ഒരു താഴ്ച ഉയർച്ചയുണ്ട്. പക്ഷെ അതിന് നമ്മളിപ്പോ ഈ 45 പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഡെയിലി ബേസിസ് ചെയ്യുന്നുണ്ടാവും. എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും? ചില ദിവസമൊക്കെ പോയിട്ടുണ്ട്, 1-2 കാര്യങ്ങളൊക്കെ. ശരി, അത് പോയാൽ ആദ്യം മാക്സിമം അതിവിടെ അറിയാനാ ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പം നിങ്ങൾ 3 പേരാണല്ലോ, ഏതെങ്കിലും ഒരു സാധനം ഒരു ദിവസം തെറ്റിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് ഉറപ്പാ. പ്രത്യേകിച്ച് 100 പുഷപ്സ് ചില മസിൽസിന്റെ ചെസ്റ്റിന്റെ വർക്കൗട്ടൊക്കെ വരുമ്പോഴും അതുപോലെ ട്രൈസെപ്സിന്റെ വർക്കൗട്ടൊക്കെ ഡെയിലി ചെയ്യുമ്പോൾ അത്രയും പോകുന്നില്ല. ഞാൻ മെയിനായിട്ട് എനിക്ക് വെൽഡിങ്ങിന്റെ വർക്കാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള വർക്കാണ്. ഇപ്പം രാവിലെ ഒരു 8:30 അതിന് പോയി ഇങ്ങനെ, പിന്നെ 5 മണി വരെ ആ ഒരു വർക്ക് ആയിരുന്നു. അപ്പൊ പല രീതിയിലുള്ള വർക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ വെയിറ്റ് കൂടിയ വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ ലോഡ് കുറഞ്ഞ വർക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് പിന്നെ വർക്കൗട്ട് ഉണ്ട് ജിമ്മിൽ. കാർഡിയോ ഉണ്ട്. മാക്സിമം എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള ബുക്ക് വായിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഇന്ന് ലീവായിരുന്നു. അപ്പൊ രാവിലെ വെറുതെ ഇരുന്നപ്പം കുറച്ചധികം നേരം ബുക്ക് വായിച്ചു. ഞാൻ ഇതിനെ കുറിച്ച് തന്നെ അന്തമിട്ട് പോയി സത്യം പറഞ്ഞാൽ. ഇതെന്ത് സംഭവം. പക്ഷെ ആദ്യത്തെ ഒരു 4-5 ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വീക്കൊക്കെ ആയപ്പം ഇതിനിപ്പോ മുന്നോട്ട് കൊണ്ടുപോകണല്ലോ അങ്ങനത്തെ ഒരു ചിന്ത വന്നു. രണ്ടാമത്തെ വീക്ക് അത്ര എനർജി ഉണ്ടായില്ല. 3-ാമത്തെ വീക്കിൽ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാല് ഒരു ഹാബിറ്റിലോട്ട് വന്നത്. കുഴപ്പമില്ല, ആദ്യം നല്ല എനർജിക്കായിട്ടായിരുന്നു, പിന്നെ അവിടുന്ന് കുറച്ച് ഡൗൺ ആയി. പക്ഷെ ചെയ്തു, അത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോ ഒരു ഹാബിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഇതിന് ചെയ്യാന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല, കാരണം അത് ഓട്ടോമാറ്റിക് ആയി സംഭവം. അതിന്റെ ഒരു എങ്ങനെയുണ്ട് ഒരു പ്രോഗ്രസ് പറയാനാണെങ്കിൽ ഡേ 1 to day 27? പ്രോഗ്രസ് പറയാനാണെങ്കിൽ മാറ്റമുണ്ട്, ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി. ഇപ്പൊ ഇന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് ട്രേഡിങ്ങില് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ലോസ് വരുമ്പം ഞാന് എന്റെ വൈപ്പൗട്ട് ആവലാണ് ഇപ്പൊ പൊതുവെ. കാരണം ഇപ്പം എനിക്കൊരു കണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ്. അപ്പം അതിലും എന്റെ കാര്യങ്ങൾ പറയണം. അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ എനിക്ക് ഞാൻ തന്നെ ഒരു മോട്ടീവായിട്ട് മാറി അക്കൗണ്ടബിലിറ്റി ഉണ്ടല്ലേ ഇപ്പം കാണുന്നവരോടും ബാക്കിയുള്ള സ്റ്റുഡൻസിനോടും എല്ലാവരോടും. പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമായിരുന്നു. നിങ്ങൾ അറിഞ്ഞാണല്ലേ, ഞാനത് ആക്ച്വലി ഞാൻ ഡിസ്കോഡിൽ ഇട്ടില്ല, ഞാൻ ഇടണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ ചോദിച്ചിട്ടാട്ടെന്ന് വെച്ചു. സൽമാൻ കുറെ പേര് മെസ്സേജ് ചെയ്തു ഇതുപോലെ ട്രേഡിങ്ങിന്റെ വന്നിട്ട്, എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചായിരുന്നു ഇതുപോലെ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് പേഴ്സണലി ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അതായിരുന്നു. കാരണം നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളാണെങ്കിലും തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറ്റുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ടിലാണല്ലോ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കോളിൽ സംസാരിച്ചപ്പോഴും ഞാൻ സൽമാനോട് പറഞ്ഞ കാര്യമായിരുന്നു. സൽമാൻ അന്ന് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ടും ഭയങ്കര ഡൗൺ ആയിട്ടും ട്രേഡിങ്ങിലാണെങ്കിലും കുറെ കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ കുറെ പ്രശ്നങ്ങൾ,
പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, പക്ഷെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെ തുടങ്ങിയ റിസൾട്ട് വരുമെന്ന് അറിയില്ല, ഇങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അതെ. ഇപ്പൊ അതിൽ നിന്ന് നിങ്ങൾ സാധനമൊക്കെ ചെയ്യാൻ തുടങ്ങി, റെക്കഗ്നീഷൻ കിട്ടി തുടങ്ങി. സോ ഹൗ ഡു യു ഫീൽ? Good. എവിടെ 45 ദിവസം കംപ്ലീറ്റ് ചെയ്യോ? പിന്നെ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ നിലവില് ഫണ്ടഡ് അക്കൗണ്ടില് ചാലഞ്ച് എടുത്തിരിക്കാണ്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ അത് നമുക്ക് 6 ഡേയ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു തരണ്ടേ? വേറെ എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തു തരണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കാരണം എനിക്ക് വേറൊരു കമ്മ്യൂണിറ്റി ഒന്നും കിട്ടാത്ത സപ്പോർട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം കുറെ കമ്മ്യൂണിറ്റിയിൽ പോവുകയാണെങ്കിലും അവിടുന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ഒരു ബാച്ച് ക്ലാസ് എടുത്തിട്ട് അങ്ങനെ എടുത്തു വിടുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെ പ്രോഗ്രസ് വരെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ കൂടെ ഉണ്ട് എപ്പോഴും. നമ്മൾ മെന്റലി ഡൗൺ ആവുകയാണെങ്കിലും അപ്പൊ അന്ന് സുബിൻ സാറ് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിന് മുന്നേ ജയാൻ സാറ് വിളിച്ചു. അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ കിട്ടി. അവിടുന്ന് കിട്ടിയ ഒരു പുഷും അതുപോലെ ഈ ഒരു ചാലഞ്ചിൽ നിന്ന് കിട്ടിയ പുഷൊക്കെ കൂടിയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത്രയും ചേഞ്ച് വരാൻ കാരണം. രാജസൂര്യ പറയൂ, രാജസൂര്യക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെ തുടക്കത്തിൽ നിന്ന്? കാരണം ഈ ചാലഞ്ചിങ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ ഇത്ര കാരണം ഒട്ടും ഓർഡേഡ് അല്ലായിരുന്നു പോയി നമ്മുടെ കാര്യങ്ങളൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. കാരണം നമ്മൾ തന്നെ നല്ലൊരു ചേഞ്ച് വരും. കാരണം കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം വിചാരിക്കുമ്പോൾ നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യാണ്ട് പോകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ നാളെ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യാത്തത്, നമ്മൾ ഓരോ ഷെഡ്യൂൾ ചെയ്യാത്തത്. പിന്നെ വേറെ കാര്യം ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് നമ്മൾ തുടങ്ങണം വിചാരിച്ചിരിക്കുന്നത് തുടങ്ങാറില്ല. നമുക്ക് ഇൻസെക്യൂരിറ്റീസ് തന്നെയാണ്. അതെന്തായാലും തുടങ്ങി. അതൊക്കെ മാറിയില്ലേ? കാരണം എനിക്ക് പേഴ്സണലി പറയുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ഹൈ ഗൈസ്, ഒരു ചിരിയൊക്കെ. അപ്പം അത് എനിക്ക് പേഴ്സണൽ നോട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത് ഫേസ് ചെയ്യുക, കണ്ടന്റ് ആദ്യം സ്വന്തം ഫേസ് കൊണ്ട് തന്നെ ഒരു ചിരിച്ച് വെൽക്കം ചെയ്യുക. കാരണം നിങ്ങളുടെ ഗ്രോത്ത് എനിക്കറിയാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയിട്ട് കിടന്നിട്ട് ഒരു സാധനത്തിൽ നിന്നാണ് നിങ്ങൾ ചെറിയ ചെറിയ ചേഞ്ചസ് എടുത്തത് തുടങ്ങിയത്. പക്ഷെ അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ചേഞ്ച് നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ചാലഞ്ച് തുടങ്ങിയപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇരുന്ന് നമ്മൾ ഇതിനായിട്ട് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാനും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ഇത്രയും സിൻസിയർ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് ഇടുന്നതാ. അപ്പം ഇപ്പൊ ചേട്ടനായാലും ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ നോക്കും. അപ്പൊ അതിനകത്ത് തെറ്റാണ് നമുക്ക് മനസ്സിലായി. നമ്മൾ അത്രയും കൺസേൺ ആയിട്ട് നമ്മൾ കുത്തി ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ച് ചെയ്തിടും. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ട്രേഡ് കുറച്ചുകൂടെ നല്ലതാണ്. എന്റെ PNL ഇപ്പൊ നോക്കി കഴിഞ്ഞാലും നേരത്തെ ഈ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പേ എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ്ലി ലോസ് ഒക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞ പിന്നെ ചെറിയ പ്രോഫിറ്റ്സ് ആണെങ്കിൽ എന്നും എനിക്ക് ഗ്രീൻ കത്തും. അത് ഉറപ്പുള്ള കാര്യം. ഒരു ദിവസം റെഡ് കത്തിയാലും അതുകൊണ്ട് കാര്യമില്ല. ഈ ചെറിയ നമ്പർ വെച്ചോണ്ട് ആരും ഇനി വരണ്ട. ഞാൻ ഇന്നലെ സത്യത്തിൽ അനന്തുവിന്റെ ഒരു സംഭവം ഇത് പറഞ്ഞു. ഈ അനന്തു മാർച്ച് ബാച്ച് 3 മാസമേ ഉള്ളൂ. അനന്തുവിന്റെ ഒരാഴ്ചത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20,000. ഇതിൽ അനന്തുമായിട്ടൊരു സെഷൻ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഞാൻ ഇരുത്തി ചോദിച്ചു, നമ്മുടെ ലൈവ് സെഷന്റെ ഇടയ്ക്ക് ഞാൻ അനന്തുവിനോട് ചോദിച്ചപ്പം അനന്തു പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ഇവർക്കെല്ലാം ആരോടായി പറയുന്നേ, രഞ്ജിയൊക്കെ മറ്റേ പേടിയുടെ ആളാ, മറ്റേ ലോസ് വരുമെന്നുള്ളത്. അപ്പം നിങ്ങളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ചെയ്തേ കാര്യമുള്ളൂ. ഈ പറഞ്ഞ 10-100 രൂപ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? ഞാൻ അതിനു വേണ്ടിയല്ല നിങ്ങളാരും ട്രേഡിങ് പഠിപ്പിക്കുന്നത്. അതിനാരും പഠിക്കാൻ വേണ്ട. 100-200 രൂപയ്ക്ക് വേണ്ടി ഈസി ആയിട്ട് അടിക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. നിങ്ങളെപ്പോലെ തന്നെ ഒരു ബിഗിനറാ. അതിൽ ഒറ്റ കാര്യമുള്ളൂ, അയാൾ കുറച്ചുകൂടെ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു മൈൻഡ് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പറയൂ. അപ്പൊ മൊത്തത്തിൽ അടിപൊളി. ഇപ്പൊ പുഷപ്സ് ആണെങ്കിലും അത്യാവശ്യം ബോഡിയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നു. പക്ഷെ പനി വന്നതോടെ എല്ലാം പോയ പോലെയൊക്കെ ഇനി ഒന്ന് പിന്നെ സെറ്റപ്പ് ചെയ്ത് എടുക്കണം. ഇപ്പൊ പനി കാരണം ഒന്ന് ബ്രേക്ക് ആയല്ലേ? ബ്രേക്ക് ആയി. അപ്പം ഈ 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ തുടങ്ങിയതിന് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റാൻ വന്നു മെന്റലി, മൈൻഡ് സെറ്റിൽ? ഇത് കുറച്ചുകൂടെ അക്കൗണ്ടബിൾ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോഴായാലും അത് ഒന്നും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തുടങ്ങിയപ്പം ഭയങ്കര ഫോഴ്സ് ആയിട്ട് കുത്തിയിരുന്ന് കണ്ടുപിടിച്ചെല്ലാം ചെയ്യുന്നത്. പിന്നെ അത് ചെയ്യുന്നതോറും നമുക്ക് കുറച്ചുകൂടി ഈസി ആയി വന്നു. ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ഒരു അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങി. നല്ലതായിരുന്നു. നിങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, പിന്നെ അത് ഓടിക്കോളും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാനാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഇത്രയും 3 പേരെ ഇത്രയും പേരെക്കാട്ടിലും ഫാർ അഹെഡ് ആണ് നിങ്ങൾ.
മേക്കിങ്ങിലും സത്യം പറയാലോ, ഈ ഒരു വീഡിയോ കണ്ടന്റ് പറയുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു അയലത്ത് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ ഇവിടെ വന്നിട്ട് മാത്രം ഇതായത്. അപ്പൊ അത് ന്യൂ തിങ് ആണ് ഇവിടെ. എന്നെ സംബന്ധിച്ചിടത്ത് ടോട്ടലി ഫുള്ളായിട്ട് അങ്ങനെ ഒരു വിഷയമേ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ വന്ന ഒരു സബ്ജക്റ്റ് ആണ് അത്. അപ്പൊ അതെന്തായാലും കയ്യിൽ എടുക്കണം എന്നുള്ളതിലാണ് ഞാൻ അറ്റ്ലീസ്റ്റ് ആ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളത് കൊണ്ട് ചെയ്യാണ്. അതെന്റെ ലാസ്റ്റ് പ്രയോറിറ്റിയിലാ വരുന്നത്. ബട്ട് സ്റ്റിൽ അത് ഞാൻ ചെയ്യും. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ അത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ ഒരു വിഷയം ഒരിക്കലും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഈ 45 ചാലഞ്ചിൽ ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളതിൽ കൊണ്ടുവരുന്നത്. ബാക്കി ഈ 45 ചാലഞ്ചിൽ എല്ലാ കാര്യങ്ങളും ഓൾറെഡി എൻ്റെ അടുത്ത് ഉള്ള കാര്യങ്ങളാണ്. വായിക്കാറുണ്ട്, പക്ഷെ കൺസിസ്റ്റന്റ് അല്ലാന്നേ ഉള്ളൂ. വർക്ക്ഔട്ട്സ് കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതേപോലെ നല്ലോണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ അത് വിടും. അങ്ങനെയുള്ള പരിപാടി ഉടായിപ്പ് സംഭവങ്ങളായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ചലഞ്ച്. സുബിൻ സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ചോദിച്ചല്ലോ പ്രൈസ് മണി എന്താ വേണ്ടേ, അല്ലെങ്കിൽ പ്രൈസ് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ 21 ഡേയ്സ് ഒക്കെ നമ്മൾ പറയാൻ ഒരുപാട് വട്ടം കേട്ടതാണല്ലോ. അതൊരു ഹാബിറ്റായി മാറും, 21 ഡേയ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും എനിക്കത് പറ്റാറില്ല. പറ്റാറില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ മോട്ടിവേഷൻ ഇല്ല. എന്നിപ്പോ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം, ലേറ്റ് ആയിട്ടല്ല വിചാരിക്കും, ഓക്കെ വിട്ടും. പക്ഷെ അന്ന് സുബിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ അന്ന് സുബിൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ റംസിയക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് അത് റംസിയ ഞാൻ തന്നെ എനിക്ക് നൽകുന്ന റെക്കഗ്നീഷൻ ആയിരിക്കും ഏറ്റവും വലുതെന്നല്ലേ. അതെല്ലാ ടൈമും എനിക്കിങ്ങനെ റൺ ചെയ്യും. ഫസ്റ്റ് വീക്ക് കുഴപ്പമില്ലാണ്ട് പോയി. സെക്കൻഡ് വീക്ക് എനിക്ക് ശരിക്കും എനർജി ഇല്ലെങ്കിലും അണ്ടർലൈങ് എനർജി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ ഒരു കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആദ്യം നമ്മളാണ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ പറ്റി നല്ലത് പറയുള്ളൂ. ഇപ്പം നമ്മളെ പറ്റി കോൺഫിഡന്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്നോടൊന്നും വേണ്ടത് ആരും ഇപ്പം നല്ലത് പറയത്തില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് ഞാൻ കോൺഫിഡന്റ് ആയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഒരു പട്ടിയും നല്ലത് വരാൻ പറ്റത്തില്ല. അതാണ് ബേസിക് സംഭവം. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ അക്കൗണ്ടബിലിറ്റി, അവനവനോടുള്ള അക്കൗണ്ടബിലിറ്റി. ഓക്കെ, എനിക്ക് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഞാൻ ഔട്ട് ഓഫ് ഷേവ് ആകുമ്പോൾ ഞാൻ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, എനിക്ക് ഭയങ്കര ഈഗോ ഉള്ള ആളാണ് ഞാൻ. എന്നോട് തന്നെ ഇപ്പൊ ഞാൻ ഫോം ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഭ്രാന്ത് വരും. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്യും. അപ്പം വർക്കൗട്ട് ആണല്ലോ, കാര്യങ്ങളാണല്ലോ, ബിസിനസ്സിലാണല്ലോ, എല്ലാ കാര്യത്തിലും ഞാൻ ആദ്യം അക്കൗണ്ടബിൾ ആവുന്നത് എന്നോടാണ്. ഇപ്പൊ ഞാൻ 2 ദിവസം പണിയെടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം, എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ. അപ്പം ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. നിങ്ങൾ വേറൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതിനേക്കാളും ഉപരി ഓക്കെ ഞാൻ എന്ത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലായി കഴിയുമ്പോൾ തന്നെ അതാണ്. അപ്പൊ ആ 3rd വീക്കിൽ ശരിക്കും സഫക്കേഷൻ ആയിരുന്നു. ആ 21 ഡേയ്സ് തീർക്കണം എന്നുള്ള ആ 3rd വീക്ക് ശരിയായ സഫക്കേഷൻ ആയിരുന്നു. ഒന്നും കിട്ടാത്ത പോലെയായിരുന്നു. എന്തൊക്കെയോ ആയിരുന്നു മൈൻഡ്. പക്ഷെ ചെയ്തേ തീരുള്ളൂ എന്നുള്ളതിൽ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, എന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ തീർക്കും. അത്രയും മോട്ടിവേഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ. ആ 21 ഡേയ്സ് ശരിക്കും ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ 3 വർഷമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത്. അപ്പൊ ഞാൻ ഇതൊക്കെ എന്റെ മക്കളോട് പറയായിരുന്നു. ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്തിനോ നിങ്ങൾ ഓർമ്മിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനൊക്കെയാണ്. പിന്നെ ഫുഡിലിപ്പോ പക്ഷെ എന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇത്രയും നല്ല ഞാൻ കഴിക്കാം. അല്ല, പക്ഷെ പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വീക്കെൻഡ്സിൽ മൊയ്ത്തോസ് ഉണ്ടാവും. പിന്നെ മക്കളെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പിക്ക് ചെയ്യും. അതെല്ലാം കംപ്ലീറ്റ് അതൊക്കെ ശരിക്കും അത് നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മളത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡ് പവറും കൂടി വളരുന്ന എന്നുള്ള ഒരു ഫീല്, അതിലൊക്കെ നല്ല ഹാപ്പിയാണ്. പിന്നെ ട്രേഡിൽ വന്നിട്ട് എനിക്ക് ഇനിയും ഒരുപാട് ശരിയാവാനുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതെ അതെ. പിന്നെ ഇന്നൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് 1:2 കിട്ടിയപ്പോഴും എക്സിറ്റ് ആയില്ല, പിന്നെ അത് താഴോട്ട് പോയി. അങ്ങനെ ഒരു പ്രശ്നം വന്നു. അത് ഞാൻ വിചാരിച്ചു സുബിൻ സാറ് ഒരു 2000 ഒക്കെ കിട്ടണം എന്നല്ലേ പറഞ്ഞ, അപ്പൊ കുറച്ചുകൂടി നിന്നാലോ എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായി മണ്ടത്തരം കാട്ടിന്ന്. അപ്പൊ പിന്നെ ഓർത്ത് അയ്യോ 1:2 കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കാന്നല്ലേ പറഞ്ഞേ. അല്ല അത് ആലോചിക്കും. ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എല്ലാം ഓടിയത്, അയ്യോ അങ്ങനെയല്ലല്ല പറഞ്ഞത്, അത് ആ ഒരു ട്രേഡിനനുസരിച്ചല്ലേ ചെയ്യാൻ പറഞ്ഞതെന്നൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് എഴുതി വെച്ചു.
അങ്ങനെ ആണ് പോണത്. ഇപ്പം അതാണ് റംസിയ ട്രേഡില് ഇന്ന് എനിക്ക് 1000 രൂപയാണ് റിസ്ക് സാറ്റിസ്ഫൈഡ് അല്ല. അതെ, ആ ഇന്ന് 1000 രൂപയാണ് റംസിയ റിസ്ക് എടുത്തിരുന്നെങ്കിൽ അത് 2000 രൂപ ആവത്തില്ലായിരുന്നോ പ്രോഫിറ്റ്? അതെ അതെ, ഇന്ന് ഞാൻ 500ന്റെ ഒരു പൊസിഷൻ വെച്ചു. 500ല് 1000 കറക്റ്റ് വന്നിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞെന്തുവാ, അതെ എന്നും ഒരേ അതെല്ലാം എമൗണ്ട് കോഴിക്കണക്കുകളെ. എന്നും ഒരേ, ഇപ്പൊ 50,000 ആണ് ഇട്ട് ചെയ്യുന്നതെങ്കിൽ ഉം ശ്രദ്ധിച്ച് കേൾക്കണം, നാളെ ഇത് മാറ്റി പറയരുത്. 50,000 ആണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം റംസിയ ഒരു ദിവസം റിസ്ക് എടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5% മാക്സിമം ആയിരിക്കണം. അതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2500 രൂപയായിരിക്കണം. ഓക്കെ, അത് 2500 രൂപ തന്നെ റിസ്ക് എടുക്കണമെന്നില്ല. മാക്സിമം 5% റിസ്ക് ചെയ്യാവുള്ളൂ. അത് 1% ആവാം, 2% ആവാം, 3% ആവാം. അത് റംസിയുടെ ചോയ്സാണ്. ഓക്കെ, മനസ്സിലായോ? അതെ, അത് കഴിഞ്ഞപ്പോ മനസ്സിലായി, എല്ലാം പറഞ്ഞതും മനസ്സിലായി. കറക്റ്റ്. ആ ഓക്കെ, ഇങ്ങനെ വന്നേനെ ഇങ്ങനെ എടുക്കുക, 2000 ആക്കാൻ നോക്കുമ്പോ അതിനാ പോവാ. അതെ, അത് മണ്ടത്തരം. പിന്നെ എനിക്ക് ആ സമയത്ത് നമുക്ക് ക്ലിയർ ആവില്ലല്ലോ. പക്ഷെ ഞാൻ അപ്പൊ തന്നെ അത് നോട്ട് ചെയ്ത മണ്ടത്തരമൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് ഇത് തന്നെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത് മുന്നേ എനിക്ക് ചെയ്ത ഒരു സ്റ്റോക്ക് വീണ്ടും നമ്മൾ അതിലേക്ക് വരുമ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മുന്നേ അതിൽ എന്താണ് കണ്ടെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഇതിപ്പോ എനിക്ക് അത് ഓർത്ത് തുടങ്ങി. ഓക്കെ, ഈ സ്റ്റോക്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു, അതിപ്പോ ഇവിടെ എത്തി എന്നൊക്കെ. ഈ 45 ദിവസം കഴിയുമ്പം നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. സിമ്പിളായിട്ട് ഞാൻ വന്നിത് പറയാം, ഒരാഴ്ച എങ്ങനെയൊക്കെയോ പോയി. പക്ഷെ രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ തൊട്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല. ഒരു ദിവസം ഞാൻ തെറ്റിക്കേണ്ടത്, പക്ഷെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നത് ഇങ്ങനെയാണ്. ഇതൊരു സ്റ്റോറിയാണ്, മനസ്സിലായോ? ക്രിയേറ്റേഴ്സിന്റെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴേ നമുക്ക് കഥകൾ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ റംസിയെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും റംസിയക്ക് വേറൊരാളോട് പറയാം, അഭിമാനമായിട്ട് പറയാം, മനസ്സിലായോ? ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, ഈ ഒരു സാധനം പറയാം. അപ്പം അത് ചെറിയ കാര്യമല്ല, എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾക്ക് 45 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അത്രയും ലോക്ക് ചെയ്തിരിക്കുന്നത്, അതിൽ കുറച്ച് എക്സ്ട്രീംസ് ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പുഷ് ചെയ്തു, കാരണം നിങ്ങൾ നല്ലതായിട്ട് എല്ലാവരും ചെയ്തു പോകുന്നുണ്ട്. സോ അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പം ഒരു ഡേ 1 എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ഇത്രയും ദിവസമായി. സോ ഈ നിങ്ങൾ ഒന്നാമത്തെ ദിവസം ഈ ഒരു ദിവസം എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ വിഷൻ എന്താണ്? എന്റെ മോട്ടിവേഷൻ, എന്റെ ഒരു കാര്യം തരുന്നത് മണിയിൽ തന്നെയാണ് എത്തുന്നത്. അതിലാ തുടങ്ങിയത് തന്നെ. അപ്പം 1 lakh ആക്കിയിട്ടുണ്ടായിരുന്നു സ്വിങ്ങിൽ മാത്രം. ഓ, ആ അപ്പൊ എനിക്ക് ഒരു 5 എത്തി കാണണം എന്നുള്ളായിരുന്നു. അപ്പൊ അത് എന്റെ നോർമലി ഞാൻ വിചാരിക്കുന്ന ട്രേഡ് മാത്രം നോക്കിയിരുന്ന കാര്യം ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഈ ചലഞ്ചിൽ വന്നത് എന്നെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അതില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് കരഞ്ഞിരിക്കേണ്ട ടൈമാണ്. ഞാൻ ഈ ഒരു ചലഞ്ചിൽ ഇല്ലെങ്കിൽ എന്റെ സിറ്റുവേഷൻ ഇതല്ല. അപ്പം റൈറ്റ് നൗ ഞാൻ ശരിക്കും എന്നെ ബിൽഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഈ 5 lakh എന്നുള്ളത് അവിടെ മാറ്റി വെച്ചിട്ട് ബിൽഡ് യുവർ സെൽഫ് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. വളരെ അത്രയും അത്രയും ഒരു ഈ ടൈമിലൊക്കെ ആണെങ്കിൽ മുന്നേ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കൂല. ഇപ്പൊ എന്നെ കുറിച്ച് തന്നെ എനിക്ക് പ്രയോറിറ്റി ഉണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണുള്ള പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് മുന്നിൽ വെക്കുന്നത്. റൈറ്റ് നൗ എന്റെ ആ ഒരു വിഷൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിനും പ്രയത്നിക്കുന്നുണ്ട്. അത് സംഭവിക്കുമെന്നുള്ളതും അറിയാം. റംസിയുടെ ഏറ്റവും വലിയ കൂടുതൽ ഇത് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. റംസി പറഞ്ഞ പോലെ തന്നെ ഇപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു സമയത്ത് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു പറയുന്നത് ചെറിയ ഡെഫിനറ്റ്ലി. പിന്നെ ഞാൻ ചെറുതായിട്ട് തോന്നും, പക്ഷെ 100 കണക്കിന് 1000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള മനുഷ്യർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അവര് കരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. ലിറ്ററലി അവർ കരഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. അവരൊന്നും ചെയ്യൂല, അവർ കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ എന്റെ ഏജ് വൈസിലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 40 മിഞ്ഞാന്ന് 42 ആയി. അതെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും കൊറേ സെറ്റ് ബാക്സ് ഉണ്ട് ലൈഫിൽ, ഒരുപാട് സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇപ്പോഴാണ് ഞാനാവണമെന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരുന്നത്. മനസ്സിലായി, ഇതാണ് അച്ചീവ്മെന്റ്, വേറെ ഒന്നുമല്ല. അതിൽ ഞാൻ പറഞ്ഞ പോലെ പിന്നെ സുബിൻ സാറിന്റെ നമ്മൾ ഇന്ററാക്ഷൻ ലൈവ് സെഷൻസിലൊക്കെ ഇരുന്നപ്പോ ചെറിയ ചെറിയ ലൈൻസ് ആണ്, പക്ഷെ അത് മനസ്സ് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഓർമ്മയില്ലെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉറക്കം ഒഴിവാക്കിയത് സുബിൻ സാറിനെ കണ്ടിട്ടാണ്. ദ വേ യു വർക്ക്.
സത്യം 2 കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. ഒന്ന് ഉറക്കം. ഒരു 2-3 hours ഉറങ്ങിയാൽ മതി, കുഴപ്പമില്ല. ആ ഒരു സിറ്റുവേഷനിലാണ്. ഉറങ്ങാതിരിക്കുന്ന ഫലമുണ്ട്. ശ്രേയസ് എന്നോട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അതിന് കുറച്ചു നേരം ഒന്ന് ഉറങ്ങാമോ? പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. എനിക്ക് 3 ദിവസം ഉറങ്ങായിരുന്നു അപ്പൊ അല്ലേ. അങ്ങനെ ആ ഒരു കാര്യം. പിന്നെ വെറുതെ സ്ക്രോൾ ചെയ്യാന്നുള്ളത്. നമ്മൾ ഡിപ്രഷൻ വരുമ്പോ പെട്ടെന്ന് എടുത്തു വെക്കുന്നതാണ് ഈ സ്ക്രോളിങ്, ഇങ്ങനെ പോണത്. അത് ഇപ്പം മൈൻഡ്ഫുള്ളായി. ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ അത് ഓക്കെ, ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്നൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിലെ എഡിറ്റിംഗ് എങ്ങനെ ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളില് മാറ്റം ഡെഫിനറ്റ്ലി. കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങിയാണെങ്കിൽ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. അത് തന്നെ. തുടങ്ങാന്നുള്ളതല്ലേ. ഇപ്പോഴും എത്ര പേരുണ്ട് ഒന്നും തുടങ്ങാതിരിക്കുന്നവര്. ഇതേ സ്പിരിറ്റിൽ മുന്നോട്ട് പോവാ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞ എംജി എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഇത് സത്യത്തില് ഉള്ള കാര്യത്തിൽ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കത് മനസ്സിലാവും. അത് പറയുന്ന വാക്കിന്ന് എനിക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് നിങ്ങൾ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കട്ട് ചെയ്യുക, ഗേൾ ഫ്രണ്ട്സിനെ നിങ്ങൾ കട്ട് ചെയ്യണേ കട്ട് ചെയ്യുക, എല്ലാം കട്ട് ചെയ്യുക. നിങ്ങൾ മാത്രമായിരിക്കണം. വേറെ ഒരാളെ എക്സ്റ്റേണലി നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിലോ ഒന്നും നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടിൽ ലൈക്ക് മൈൻഡഡ് ആളിയാ എനിക്കൊരു BMW എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാളിയാ എന്ന് പറയുന്നവരായിരിക്കണം. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് നിങ്ങളോട് ആരും പറയത്തില്ല. നിങ്ങളിപ്പോ ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ മറ്റേ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഇതുപോലത്തെ കുറെ സാധനമൊക്കെ എനിക്ക് എന്റെ കോളേജ് വിളിച്ചുകൊണ്ടിരുന്ന താളാന്ന് നിന്റെ ചേട്ടനൊക്കെ അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയും, ഡ്യൂക്ക് എടുക്കണം, ഇതെടുക്കണം. അപ്പം ഇവന്മാര് മറ്റേ കൊല്ലത്ത് പറയല്ലോ മറ്റേ താളോടി. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂട്ടുകാരോട് ബൈക്ക് ചോദിക്കുമ്പോ നിന്റെ ഡ്യൂക്ക് എന്ത് മനസ്സിലായ ആ സാധനമാണ്. പക്ഷെ അവൻ ഇപ്പോഴും അവന്റെ അപ്പം മേടിച്ചു കൊടുത്ത ഡ്യൂക്കെ നടക്കുമായിരിക്കും. ഞാൻ എന്റെ സ്വന്തം വീണ്ടും കിടക്കുന്നത് മാറിയിരിക്കാൻ പറയും. അപ്പം ഈ ഒരു സമയത്ത് ഒന്നും ആലോചിക്കണ്ട. നിങ്ങളിപ്പോ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഫെറാറി എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുത്തിനും എന്നോട് മിണ്ടത്തില്ല. ഒരുത്തിനും മിണ്ടത്തില്ല. ആ സാധനമൊക്കെയാ. അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. കാരണം അവര് നിങ്ങളെ താഴ്ത്തുമായിരിക്കും ഭയങ്കരമായിട്ട്. കാരണം നിങ്ങളിപ്പം ജസ്റ്റ് ഇമാജിൻ, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, നിങ്ങൾ 3 പേര് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നിങ്ങൾ ഒരു 6 മാസത്തേക്ക് വേറെ ഒരു പണിയും ഇല്ല, ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് വർക്ക് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞു നിങ്ങൾ ഒരു ദിവസം ഒരു 50,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ലെവലിലോട്ട് എത്തി. നിങ്ങൾക്ക് ഒരു കാർ എടുക്കാൻ എളുപ്പം. സ്കൂട്ടറെ വന്ന പെണ്ണായിരിക്കില്ല കാർ എടുക്കുമ്പോൾ വരുന്നത്. മറ്റേ വലിയ കാർ എടുക്കുകയെന്നോ അല്ലെങ്കിൽ ഇത് എടുക്കുകയെന്നുള്ളതല്ല. നമ്മൾ സൈക്കോളജിക്കലി ഇപ്പോൾ ഇവോൾവ് ആകും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ ആ ഒരു വണ്ടി എടുക്കുന്ന ഒരു പ്രോസസ്സ്, നിങ്ങൾ എത്തുന്ന ഒരു എന്താ പറയാ, ദ മാൻ യു ആർ ബിക്കമിങ് ഡിഫറെന്റാ. ഇപ്പോഴുള്ള നിങ്ങളായിരിക്കില്ല. ഇപ്പം ഞാൻ ആ ലെവലിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ലിറ്ററലി എനിക്ക് ഓർമ്മയില്ല, ആ ആള് ഇല്ല ഇപ്പോൾ. മനസ്സിലായോ? പക്ഷെ കുറച്ച് ട്രേറ്റ്സ് ഉണ്ട് എന്നാൽ പോലും. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട്. കാരണം ട്രേഡിംഗ് ലോസ് ഒക്കെ വന്ന് എൻ്റെ ഒരു ബാക്ക് ഒക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അന്നൊരു ബിഗോ ഉണ്ട് വീട്ടിൽ. അപ്പം ഞാൻ എൻ്റെ അനിയനോട് പോകാനേ വണ്ടി ഓടിക്കുന്ന ഞാൻ പുറകെ ഇരുന്ന് ഞാൻ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതിന്റെ പെട്രോൾ പമ്പ് പാസ് ചെയ്തപ്പോഴാണ് ഈ കാര്യം സംഭവം. എനിക്ക് ഇത്ര ഓർമ്മയുണ്ട്. എടാ ട്രേഡിംഗ് കൊണ്ടെങ്കിലും രക്ഷപ്പെടുവോ, ഇതാണ് ഞാൻ ചോദിക്കുന്ന ഡയലോഗ്. അപ്പൊ എനിക്ക് ഇന്നും അത് ഓർമ്മയുണ്ട് ആ സാധനം. അതൊരു പോയിന്റാണ്. അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ളതുണ്ടാവും. ഞാനും തുടങ്ങിയത് അവിടെ തന്നെ. അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾ ഡ്രീം ചെയ്യുക. അന്ന് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നും ഇല്ലായിരുന്നപ്പോഴും ഈ പറഞ്ഞ പോലെ BMW. അപ്പം ഇപ്പോഴാണെങ്കിലും ഞാൻ ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിലും എന്റെ ആഗ്രഹം റേസിനോടൊക്കെ ചോദിച്ചാൽ മതി. കാരണം നീ എന്ത് മിണ്ടായിരിക്കുന്നുണ്ട് പറ. കാരണം ഞങ്ങൾ ഇതുപോലത്തെ അപ്പൊ ഞങ്ങൾ ഇതുപോലത്തെ കോൺവെർസേഷനിലൊക്കെ ഇടപെടാറുണ്ട്. അപ്പൊ അതേപോലെ ഇറ്റ് കംസ് ടു വുമൺ ഓൾസോ. ഇപ്പം നിങ്ങൾ ഒന്നുമില്ലാതെ നടക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു പെണ്ണിനെ ആയിരിക്കരുത് നിങ്ങൾ എല്ലാം ഉള്ളപ്പോൾ നോക്കുന്നത്. നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ നെറ്റ്വർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ്, നിങ്ങൾ ജീവിക്കുന്ന രീതി, ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ വേ യു ഡ്രസ്, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പം ഇതെല്ലാമായിട്ടായിരിക്കണം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. കാരണം ഒരേ കാര്യങ്ങൾ നിങ്ങൾ മിസ് ഔട്ട് ആയി പോകും. എന്റെ മെയിനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്തണം എന്നുള്ളത്. കാരണം ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊന്നുമല്ല. ഇത് സത്യത്തിൽ ഒരു 5% പോലും ആയിട്ടില്ല, ഒരു 3% പോലും ആയിട്ടില്ല.
അപ്പം ഞാൻ ഈ ഓടുന്നതും നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പം ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്. ഇപ്പോൾ വൈ ഡിഗ്രി ലോഞ്ച് ചെയ്തിട്ട് 4 മാസമേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ എല്ലാവർക്കും വൈ ഡിഗ്രി അറിയാം, മനസ്സിലായോ? അപ്പം ഈ ഒരു ഗെയിം ഇവിടെ കളിക്കണമെങ്കിൽ കാണാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏതൊരു ബിസിനസ് ബിൽഡ് ചെയ്താലും ആൾക്കാർ പറയുന്നത് ഇത്ര നാൾ ലോസ്, ഇത്ര നാൾ അത്, ഇത്ര നാൾ അത്, അങ്ങനെ ഒരു സംഭവം പറയുമല്ലോ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസം കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്ര ഇതുണ്ട്, കമ്പനി വാല്യുവേഷൻ ഇത്ര ഉണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വലുതാണ്. അപ്പം ഇനി അതിൽ ബിൽഡിംഗ് ഫേസിലിരിക്കുക. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ പോരായ്മകളാണെങ്കിൽ പോലും ഈ വക കാര്യങ്ങൾ നടക്കുന്നുകൊണ്ട് വരുന്നതാണ്, മനസ്സിലായോ? അപ്പം നമുക്ക് അതുപോലെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പം കമ്മ്യൂണിറ്റിയിൽ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ ആൾക്കാർ, എല്ലാ കാര്യങ്ങളും ബിൽഡായി വരുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട് തുടക്കത്തിലുള്ളവർ തന്നെ ഏറ്റവും മുകളിലെത്തണം എന്നുള്ളൊരു കാര്യം. അപ്പം എന്നെ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ടെല്ലാം ഞാൻ ചെയ്തു തരാൻ റെഡിയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ 45 days എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുമല്ലോ? പിന്നെ 45 days കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഒരു മറ്റെല്ലാരും ഡേവിഡ് സുബിനസ്വി. അപ്പൊ എന്തായാലും കാര്യമായിട്ട് എല്ലാം ചെയ്യും. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ബൈ. ഓക്കെ.